My name is Sriya Sunan. I am coming from Neeleswaram Chinmaya Vidyalaya. I, I, I understood the nature is very balanced here. No cutting trees and all are loving peoples. I, I studied from a teacher how to love all the people in our nature, and I also love pet animals and animals I like very much. Thank you. എൻ്റെ പേര് നിർദ്ദേശ് സുകേഷ്. ഞാൻ ചിന്മയ വിദ്യാലയയിൽ നിന്നാണ് വരുന്നത്. ആനന്ദാശ്രമത്തിലേക്കാണ് ഞാൻ വന്നത്. ഇവിടുന്ന് ആനന്ദാശ്രമത്തിൽ നിന്ന് ശ്രീധരൻ മാഷ് എനിക്ക് കുറച്ച് കഥകൾ പറഞ്ഞു തന്നു. അതിലൊന്ന് ഞാനിവിടെ പറയാൻ പോവുകയാണ്. ഒരു വയസ്സായ ഒരു അങ്കിൾ ഒരു ഹോസ്പിറ്റലിലേക്ക് കൈ മുറിഞ്ഞിട്ട് വന്നപ്പോൾ ആടിലൊരു നേഴ്സ് വേഗം മുറിവ് ഉണക്കാൻ പറ്റൂല, അതുകൊണ്ട് കുറച്ചേരം ഇടിക്കണം എന്ന് പറഞ്ഞപ്പോൾ ആ അങ്കിള് വേഗം പോകാനുണ്ട്, തിരക്കുണ്ട്, വേഗം ചെയ്യൂ പറഞ്ഞു. അപ്പോൾ ആ നേഴ്സ് എന്തിനാ ചോദിച്ചപ്പോൾ അങ്കിളുടെ ഭാര്യയാണ് വൃദ്ധസ്ഥാനത്ത് നിന്ന് നോക്കാൻ പോകാനാണ് പറഞ്ഞത്. എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ അവർ ഭാര്യയ്ക്ക് ഓർമ്മയില്ലാതെ 5 വർഷമായി. എന്നിട്ട് 5 വർഷമായിട്ട് ഭാര്യയാണ് രാവിലെ 9 മണിക്ക് ചായ കുടിക്കാൻ പോവുകയാണ്. അപ്പോൾ നേഴ്സ് ചോദിച്ചു, എന്തിനാണ് നിങ്ങളെപ്പോഴും അവിടെ പോകുന്നു, അവർക്ക് നിങ്ങളെ ഓർമ്മയില്ലല്ലോ. അപ്പോൾ ആ അങ്കിൾ പറഞ്ഞു, അവൾക്ക് എന്നെ ഓർമ്മയില്ല, പക്ഷെ എനിക്ക് അവളെ ഓർമ്മയുണ്ട്. താങ്ക് യു. ഞാൻ ആരാധ്യയാണ്. ഞാൻ ചിന്മയ വിദ്യാലയയിൽ നിന്നാണ് വരുന്നത്. ഇന്ന് ശ്രീധരൻ മാഷ് നമുക്ക് കുറേ മോറൽ സ്റ്റോറീസ് പറഞ്ഞു തന്നു. അതിൽ നിന്ന് ഒരു മോറൽ സ്റ്റോറിയാണ് ഞാൻ പറയുന്നത്. ഒരു വൃദ്ധൻ്റെയും മോൻ്റെയും കഥ. ഒരു ദിവസം ഒരു വൃദ്ധനും മോനും ട്രെയിനിലൂടെ സഞ്ചരിക്കുമ്പോൾ ആ മോൻ ട്രെയിനിൻ്റെ ജനലിൽ കൂടെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നു. ആ സമയത്ത് ആ മോൻ പറയുന്നു, മരങ്ങൾ ബാക്കോട്ട് പോകുന്നു. പിന്നെ അവൻ ഒരുപാട് ആസ്വദിക്കുന്നുണ്ട്. പക്ഷെ അപ്പുറത്തിരിക്കുന്ന ദമ്പതിമാർക്കും ഇത് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ കുറേ പറയുമ്പോൾ ദമ്പതികൾ ആ വൃദ്ധനോട് പറഞ്ഞു, നിങ്ങളെ മകനെ ഒരു പ്രാന്താശുപത്രിയിൽ കാണിച്ചില്ല, ഇവനെന്താ വട്ടോന്ന്. അപ്പോൾ ആ അച്ഛൻ പറഞ്ഞു, നമ്മളിപ്പോൾ ആശുപത്രിയിൽ നിന്ന് ഇപ്പം വരുന്നതേ ഉള്ളൂ, കാരണം എൻ്റെ മോന് കണ്ണ് കാണത്തില്ല. ഇപ്പോൾ ഒരു സർജറിയിലൂടെ അത് ശരിയാക്കി അവൻ ആദ്യമായിട്ടാണ് ഇതെല്ലാം കാണുന്നത്. അപ്പോൾ നമ്മൾ ഒരിക്കലും ആരെയും അവരെ കണ്ട് കുറ്റം പാടില്ല. ഞാൻ ചിന്മയ വിദ്യാലയ നീലേശ്വരം നിന്നാണ് വരുന്നത്. അപ്പോൾ ശ്രീധരൻ സാറ് ഞങ്ങളെ ഒരുപാട് ഗുഡ് ക്വാളിറ്റീസും സമയം എങ്ങനെ ചിലവഴിക്കണം എന്നും പഠിപ്പിച്ചു. പിന്നെ ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറിലായിരുന്നു പഠിപ്പിച്ചത്. അതുകൊണ്ട് ഞങ്ങൾക്കെല്ലാം ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റി. അപ്പോൾ ശ്രീധരൻ സാർ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റി. ഹരി ഓം, എൻ്റെ പേര് പാർവതി. ഞാൻ ചിന്മയ വിദ്യാലയ നീലേശ്വരത്തു നിന്നാണ് വരുന്നത്. ശ്രീധരൻ സാറ് നമുക്ക് കുറേ ക്ലാസ് എടുത്തതും മോറൽ സ്റ്റോറീസ് പറഞ്ഞു, എങ്ങനെ സ്നേഹിക്കേണ്ടതെന്നും പറഞ്ഞു. താങ്ക് യു. എൻ്റെ പേര് നൈതിക. ഞാൻ ചിന്മയ വിദ്യാലയ നീലേശ്വരത്തു നിന്ന് വരുന്നു. ഇവിടെ വന്നിട്ടാകുമ്പോൾ ശ്രീധരൻ സാറ് കുറേ ക്ലാസ് എടുത്തു തന്നു. ഫ്രണ്ട്ലി ആയിട്ടായിരുന്നു, എങ്ങനെ ബിഹേവ് ചെയ്യേണ്ടത് എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. താങ്ക് യു. നീലേശ്വരം ചിന്മയ വിദ്യാലയത്തിൽ നിന്ന് വരുന്നു. ഇത് 2ാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഈ ആനന്ദാശ്രമത്തിലേക്ക് വരുന്നത്. മുമ്പ് വന്നപ്പോഴും എനിക്ക് നല്ല ഇഷ്ടമായി ഈ അറ്റ്മോസ്ഫിയർ. മാഡത്തിൻ്റെ കൂടെ പല സ്ഥലങ്ങളിലും ചുറ്റിക്കറങ്ങി എല്ലാം കണ്ടു. പിന്നെ ഞങ്ങളെ കുട്ടികൾക്ക് നല്ലൊരു ക്ലാസ്സാണ് ഇവിടെ നിന്ന് കിട്ടിയത്. ശ്രീധരൻ സാറ് വളരെ നന്നായിട്ട് കുട്ടികൾക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. ഇവർ 5ാം ക്ലാസ്സിലെ കുട്ടികളാണ്, കുറച്ച് വികൃതിയൊക്കെ ഉണ്ട്, എന്നാലും സാറത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു. I'm Shalini from Chinmaya Vidyalaya Neeleshwaram. This is the first time I'm visiting Anand Ashram. It was a great experience. At first I met a Swamiji, was a pleasant in the morning and such a beautiful things, and the ambience and the nature over here is fantastic. Even the classes were so good. We all just had a good time.